എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തനി നാടൻ ചായക്കട സ്റ്റൈൽ നല്ല ക്രിസ്പി പരിപ്പ് വടയാണ്. ഈ ഒരു പരിപ്പ് വട ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ടാണ്. കടലപ്പരിപ്പ് വെച്ച് തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ പരിപ്പ് വടയ്ക്ക് നല്ല സ്വാദുണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു പരിപ്പ് വടയിലേക്ക് ഞാനൊരു പ്രധാന ചേരുവ കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ പരിപ്പ് വടയ്ക്ക് നല്ല സ്വാദൊക്കെ കിട്ടുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും പരിപ്പ് വട തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് പരിപ്പ് വട തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കടലപ്പരിപ്പ് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പീസ് പരിപ്പ് വെച്ചിട്ട് തയ്യാറാക്കാവുന്നതാണ്. പക്ഷേങ്കിൽ പരിപ്പ് വടയ്ക്ക് സ്വാദ് കൂട്ടുന്നതാണ് കേട്ടോ കടലപ്പരിപ്പ്. അപ്പോൾ നമുക്ക് കടലപ്പരിപ്പ് ഒന്ന് കുതിർത്തിയെടുക്കണം. അധികം ഒന്നും കുതിർത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 3 മണിക്കൂർ നേരം മാത്രം കുതിർത്തിയാൽ മതിയാകും. ഇപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ള പരിപ്പിനെ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പരിപ്പ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 മണിക്കൂർ നേരത്തേക്ക് ഇതിനെ കുതിർന്ന് കിട്ടണം. അപ്പോൾ ഒന്ന് കുതിർന്ന് വരട്ടെ. ഇതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർന്ന് വന്നിട്ടുള്ള പരിപ്പിന് ഈ വെള്ളത്തിൽ നിന്നും ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. അതാ നല്ല നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം നമ്മൾ പരിപ്പിന് വെള്ളത്തിൽ കുതിർത്തി കഴിഞ്ഞാൽ പരിപ്പിൽ ധാരാളം വെള്ളം കുടിക്കും. അപ്പോൾ നമ്മുടെ പരിപ്പ് വട വലിയ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എണ്ണയുടെ അളവും വളരെ കൂടുതലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഈ വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റി വയ്ക്കാം. അങ്ങനെ പരിപ്പിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇതുപോലത്തെ ഒരു സ്റ്റെയിനറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം പോയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക്, 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി ഒന്ന് 4ആക്കി പിളർന്നത്, 3 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചതച്ചെടുത്തത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പരിപ്പിനെ ചതച്ചെടുക്കാം. 2-3 പരിപ്പ് ഇതുപോലെ കുറച്ച് ഒരു സ്പൂൺ പരിപ്പ് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് നമുക്ക് 2 തവണ കൊണ്ടാണ് കേട്ടോ അരച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യം ഇത്രയും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിലാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൽ അത്യാവശ്യം തരിതരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാറ്റി വെച്ചതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വീണ്ടും ഇട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. 2 പ്രാവശ്യം കൊണ്ട് ഞാനിതുപോലെ ഒന്ന് പൾസ് മോഡിലിട്ട് 2 തവണ മാത്രം ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. ഇതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ചെറിയ സവാള, കുഞ്ഞ് സവാള നമുക്കിതിനകത്ത് പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. സവാള പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർക്കാണ്. ഇനി ഒരു സ്പെഷ്യൽ ടേസ്റ്റിനായിട്ട് ഇത് ഇത്രയുള്ളൊരു ചെറിയ ഒരു ബീറ്റ്റൂട്ട് കേട്ടോ. ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബീറ്റ്റൂട്ടും പൊടിയായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇത്രയും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിലേക്കാളും പകുതി കേട്ടോ. ഇനി കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ച് സവാള നമ്മൾ ചേർത്തിട്ട് കൈകൊണ്ട് തിരുമ്മി കൂട്ടി കൊടുക്കണം. പിന്നെ നമ്മൾ ആദ്യം ചതച്ച കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലേക്ക് എടുക്കണം. ഇതെല്ലാം കൂട്ടി തിരുമ്മി എടുക്കണം. പരിപ്പ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി കൂടെ ചേർക്കണം. ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നു പോയതാണ്.
ഒരു നുള്ളേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ബോളാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഈ സമയത്ത് ഇപ്പം നിങ്ങൾ കുഴച്ചുകൊണ്ടിരുമ്പോൾ വെള്ളം കൂടുതൽ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ കുറച്ചും കൂടി കടലമാവ് ചേർക്കാം കേട്ടോ. ഇതുപോലെ ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കിനി പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ബോളാക്കി എടുക്കാം. ഉരുട്ടുമ്പോൾ ഓരോ ഷേപ്പിൽ തന്നെ എടുക്കണം. ഓരോ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു വലിയ ഒരു അളവ് കയ്യിലെടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മളിതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു 10 പരിപ്പുവടയാണ് 1 കപ്പ് പരിപ്പിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു അയൺ പാനാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി പൊരിച്ചെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരണം. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതേ ഒരു ഷേപ്പിലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. നമ്മുടെ കൈ ഉള്ളങ്കയിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടുത്തത് നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ഇതുപോലെ കൈവച്ച് പ്രസ് ചെയ്ത് നമുക്ക് പരത്തിയെടുക്കണം. അരികൊക്കെ ഒന്ന് കട്ടി കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. പോലെ തന്നെ അടുത്തതും പരത്തിയെടുക്കാം. അങ്ങനെ ചെയ്തെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. കൈ കൊണ്ട് പയ്യനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 വീതമേ ഇടാൻ പറ്റുള്ളൂ, ചെറിയ ചട്ടി ആയതുകൊണ്ടിട്ട്. പിന്നെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. ആദ്യം ഇട്ടത് ഒന്ന് മുരിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പരിപ്പുവടയും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. 2 വശവും. അതുകൊണ്ട് ഫുൾ ഫ്ലെയിമൊന്നും വെച്ച് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതൊന്ന് പൊരിച്ചെടുക്കാൻ. അതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്തും എണ്ണ നമ്മുടെ മേത്തേക്ക് വീഴാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഒന്നും കൂടി നമുക്ക് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പരിപ്പുവടയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ബബിൾസ് ഒക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. രണ്ടാമതും ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുവാണ്. രണ്ടാമത്തെ വടയും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇനി കാണിച്ചു തന്നാൽ മതിയല്ലോ. ഇപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ പരിപ്പോടെ ഇവിടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളോട്ട് വളരെ ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായിട്ടുള്ള നാടൻ ചായക്കട സ്റ്റൈൽ പരിപ്പോട തയ്യാറാക്കാനായിട്ട്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ പരിപ്പോട തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ സ്വാദാണ്. ചായക്കടയിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് ഈ ഒരു ക്രിസ്പി പരിപ്പോടയ്ക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.